Hi dear students, UGC NET aspirants-ന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ടുഡേസ് ക്ലാസ് ഫോക്കസിംഗ് ഓൺ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓൾറെഡി നേരത്തെ കഴിഞ്ഞ കൊമേഴ്സ് നോളജ് ചാനലിൽ കഴിഞ്ഞ പെയ്ഡ് ബാച്ചിന്റെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സെലക്ട് ചെയ്ത ക്ലാസ്സുകളാണ് തരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു ക്ലാസ് ആണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ ക്ലാസ്സും സിലബസ് ഓറിയന്റഡ് ആയിട്ട് തയ്യാറാക്കിയ മെറ്റീരിയൽ ഉപയോഗിച്ചെടുത്ത ക്ലാസ്സുകളാണ്. 2-3 വർഷം മുമ്പ് എടുത്ത ക്ലാസ്സുകളാണ്. പക്ഷേ 2019 ശേഷം സിലബസ് ഒന്നും തന്നെ ചേഞ്ച് വന്നിട്ടില്ല. സോ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് ആണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, എനിവേ മൂവ് ടു ദ വീഡിയോ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനൽ പാർട്ടാണ്. ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൈനൽ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഇൻഷുറൻസ്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഷുറൻസ് എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരിക, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വാട്ട് ഈസ് ആക്ച്വലി ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് under which one party agrees in return for a consideration to pay an agreed amount of money to another party to make a loss. ഇൻഷുറൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നഷ്ടം നികത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഡാമേജ്, ഇഞ്ചുറി എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ, അതായത് അതേപോലെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്, ഓൾ ദോസ് ഇൻഷുറൻസ് ആർ ദെയർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലോസ്, ഡാമേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അതിന് എന്താ പറയുക, ഒരു പ്രിക്വേഷൻ ആയിട്ട്, ഒരു കരുതലായിട്ടാണ് ഇൻഷുറൻസ് എല്ലാവരും എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എല്ലാ മാസവും അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ അടക്കേണ്ടി വരും. അപ്പോൾ ഇൻഷുറൻസ് മീൻസ് സേവിങ് വൺ പേഴ്സൺ, ഒരു പേഴ്സണെ സേവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി സേവ് ചെയ്യുക എഗെയിൻസ്റ്റ് ദ ലോസ് ഫ്രം ആൻ അൺസർട്ടൻ ഇവന്റ്. എന്തെങ്കിലും ഭാവിയിൽ ഒരു അൺസർട്ടൻ ആയിട്ട് ഇവന്റ് സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും എന്താ പറയുക, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദ പേഴ്സൺ ഹു ടേക്സ് ഇൻഷുറൻസ്, ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷുവേർഡ് എന്നാണ് പറയുക. ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷുവേർഡ് എന്നും ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്നുമാണ് പറയുക. ഓക്കെ, ദ പേഴ്സൺ ഹു ടേക്സ് ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുവേർഡ്. ദ പേഴ്സൺ ഹു ടേക്സ് ദ ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുവേർഡ് ആൻഡ് ദ കമ്പനി ഹു ഗിവ് ഇൻഷുറൻസ് ഈസ് കോൾഡ് ഇൻഷുറർ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. Then next one, principles of insurance: utmost good faith, insurable interest, indemnity, causa proxima or proximate cause, subrogation, contribution, mitigation. Okay, those are the principles of insurance. Principles of insurance. First one, utmost good faith. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷുവേർഡ് എന്നാണ് അല്ലെ പറയാ, ഇൻഷുവേർഡ് എന്നാണ് പറയാ. ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷുവേർഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നല്ല വിശ്വാസത്തില്, ഗുഡ് ഫെയ്ത്തിൽ വേണം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കാലപ്പഴക്കം, അതുപോലെ തന്നെ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അപ്പൊ അവിടെ ഒന്നും ഫ്രോഡുലന്റ് ആയിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഫുൾ ഓഫ് ഗുഡ് ഫെയ്ത്ത്, വിശ്വാസപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പറയണം. ദാറ്റ് ഈസ് ആക്ച്വലി അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഉപരിമ ഫിഡെ എന്നാണ് പറയുക. ഉപരിമ ഫിഡെ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പൂർണ്ണമായും സത്യസന്ധതയോട് കൂടിയിട്ടുള്ള കോൺട്രാക്ട് ആയിരിക്കണം ഇൻഷുറൻസ്. ദാറ്റ് ഈസ് ഉപരിമ ഫിഡെ. ഓക്കെ, എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഉപരിമ ഫിഡെ. ദാറ്റ് ഈസ് എ കോൺട്രാക്ട് ഫൗണ്ട് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പൂർണ്ണമായിട്ടും സത്യസന്ധമായിരിക്കണം അല്ലെങ്കിൽ വിശ്വാസപൂർണ്ണമുള്ളതായിരിക്കണം. അതൊക്കെയാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഇൻഷുറൻസ് എടുക്കാൻ ആൾക്ക് താല്പര്യമുണ്ടാവണം. ആരും നിർബന്ധിച്ചിട്ടല്ല ഇൻഷുറൻസ് എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ താല്പര്യത്തോടു കൂടി മാത്രമേ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഈസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. തേർഡ് വൺ, ഇൻഡെമിനിറ്റി. ഓക്കെ, ഇൻഡെമിനിറ്റി മീൻസ് ആക്ച്വലി ദാറ്റ് മീൻസ് ഇൻഡെമിനിറ്റി മീൻസ് നഷ്ടം നികത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷുറൻസിലൂടെ എന്ത് ചെയ്യാണ്, നഷ്ടം നികത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ടാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇൻഡെമിനിറ്റി മീൻസ് നഷ്ടം നികത്തി കൊടുക്കുക. സേവ് ദ ലോസ്, സേവ് എഗെയിൻസ്റ്റ് ലോസ്, സേവ് എഗെയിൻസ്റ്റ് ലോസ്. ഓക്കെ, എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ ഡീൽ ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിയിൽ ലൈഫ് ഇൻഷുറൻസ് പെടില്ല. ലൈഫ് ഇൻഷുറൻസ് ഒരാളുടെ എന്താ പറയുക, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് എത്രത്തോളം നഷ്ടം സംഭവിച്ചു എന്ന് നമുക്ക് അളന്നെടുക്കാൻ വേണ്ടി പറ്റും.
അളന്നെടുക്കാൻ വേണ്ടി വരും. അതിനനുസരിച്ച് ഇൻഡെമിനിറ്റി കൊടുക്കാം, അതായത് നഷ്ടപരിഹാരം കൊടുക്കാം. ഒരു പ്രോപ്പർട്ടിക്ക് ഇത്ര സംഭവിച്ചു, ഒരു പ്രോപ്പർട്ടിക്ക് 50,000 രൂപയുടെ നഷ്ടം സംഭവിച്ചു, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് അളന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്രത്തോളം നഷ്ടം സംഭവിച്ചു, അതുപോലെ തന്നെ പ്രീമിയം എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് നഷ്ടം നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറ്റും. അതേസമയം ഒരു പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അതിനെന്താണ് ഒരു വാല്യൂ, എന്താ പറയാ, ഒരു ലൈഫിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഒരു ലൈഫിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ലൈഫിന്റെ വാല്യൂ നമുക്ക് ഒരിക്കലും അളന്നെടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു പേഴ്സന്റെ വാല്യൂ ഒരിക്കലും അളന്നെടുക്കാൻ വേണ്ടി പറ്റില്ല. അതിനും മുകളിലായിരിക്കും ചിലപ്പോൾ ഒരു പേഴ്സന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിളിൽ ലൈഫ് ഇൻഷുറൻസ് പെടാത്തത്. ലൈഫ് ഇൻഷുറൻസ്, ഓൾ ദ ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ് ഇൻഡെമിനിറ്റി പ്രകാരം വരിക. അതായത് ലൈഫ് ഇൻഷുറൻസ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി പ്രകാരം വരില്ല. ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും ഇൻഡെമിനിറ്റി പ്രകാരം വരും. ഓക്കെ, ദെൻ കോസ പ്രോക്സിമ. ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ എന്താ പറയാ, ഫ്ലഡ് മൂലം ആ പ്രോപ്പർട്ടി നശിച്ചിട്ടുണ്ടാവും, വെള്ളപ്പൊക്കം മൂലം, അതുപോലെ തന്നെ ഫയർ മൂലം നശിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണം ഒരുപാട് കാരണങ്ങൾ അടുത്ത് സംഭവിച്ചുകൊണ്ട് ആ ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും നിയറസ്റ്റ് കോസ്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് സംഭവിച്ച കാരണം ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഷുറൻസിനായി പരിഗണിക്കുക. ഏറ്റവും നിയറസ്റ്റ് കോസ്. അപ്പൊ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, അതിൽ ഏറ്റവും നിയറസ്റ്റ് കോസ് എന്ത് ചെയ്യും, ഇൻഷുറൻസിന് ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അതിനാണ് കോസ പ്രോക്സിമ അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സബ്രഗേഷൻ കോൺട്രിബ്യൂഷൻ. സബ്രഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റിഫേഴ്സ് റൈറ്റ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനിയുടെ റൈറ്റ് ആണ് സബ്രഗേഷൻ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ റൈറ്റ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെന്ന് വിചാരിക്കാം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്, അവിടുത്തെ തുണികൾ എന്ത് ചെയ്തു, കത്തി നശിച്ചു എന്ന് വിചാരിക്കാം. തുണികളൊക്കെ ഡാമേജ്ഡ് ആയി. ഓക്കെ, ഫയർ മൂലം കത്തി നശിച്ചു. ഓക്കെ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന തുണികളൊക്കെ ഫയർ മൂലം, തീപിടുത്തം മൂലം കത്തി നശിച്ചു. അപ്പൊ എന്ത് ചെയ്യാം, അവിടുത്തെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, നഷ്ടപരിഹാരം കൊടുക്കും. അപ്പോ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നഷ്ടപരിഹാരം കൊടുക്കും. അപ്പോ ചിന്തിക്കുക, അവിടുത്തെ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന് പിന്നെ ആ തുണിയുടെ ആവശ്യമുണ്ടോ? അതായത് ആ കത്തി നശിച്ച തുണിയൊന്നും ആ ടെക്സ്റ്റൈൽ, അല്ലെങ്കിൽ പാതി കത്തി നശിച്ച തുണികളാവാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് കത്തി നശിച്ച തുണികളാവാം, അതൊന്നും ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് പിന്നീട് ആവശ്യമില്ല. ആ തുണികളൊക്കെ ആ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുത്ത ആ തുണികളൊക്കെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, എടുക്കും. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ചിലപ്പം അത് അധികം ഡാമേജൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി പിന്നീട് വേറെ ആർക്കെങ്കിലും അത് വിൽക്കും. ഓക്കെ, അപ്പോ ഇൻഷുറൻസ് ആദ്യം എന്ത് ചെയ്യും, നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി ആ കത്തി നശിച്ച തുണികൾക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കും. എന്നിട്ട് ആ കത്തി നശിച്ച തുണികളൊന്നും പിന്നീട് ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനി അതിന് നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ടും ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, നശിച്ച തുണികളൊക്കെ എന്ത് ചെയ്യും, അവരെടുത്തിട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവര് അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടാക്കും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി സബ്രഗേഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ. ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് വീതിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ആക്ച്വലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഷുറൻസ് കമ്പനി എ, ഇൻഷുറൻസ് കമ്പനി ബി, ഇൻഷുറൻസ് കമ്പനി സി, അങ്ങനെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, സെവറൽ കമ്പനീസ് എടുത്തുകൊണ്ട് ഒരു കാര്യത്തിന് ചിലപ്പോൾ 4 ലക്ഷം രൂപയുടെ നഷ്ടമാണെങ്കിൽ ഓരോ കമ്പനിയും അവരുടെ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നഷ്ടം വീതിച്ചു കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നഷ്ടം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പ്രൊപ്പോർഷനിൽ വീതിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ആക്ച്വലി കോൺട്രിബ്യൂഷൻ. മിറ്റിഗേഷൻ, സിമ്പിൾ വൺ. നിങ്ങളൊരു ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഗനൈസേഷൻ കത്തി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ തുണികളൊക്കെ കത്തി പോവുകയാണെങ്കിൽ, ടെക്സ്റ്റൈൽ ഷോപ്പിലെ തുണികളൊക്കെ കത്തി പോവുകയാണെങ്കിൽ, ഫയർ പിടിച്ചിട്ട്, അതായത് തീ പിടിച്ച് കത്തി പോവുകയാണെങ്കിൽ, നിങ്ങൾ അതിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെ ക്ലോത്ത് ഒക്കെ കത്തിപ്പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് അനങ്ങാതെ നിൽക്കരുത്. അവിടെയാണ് മിറ്റിഗേഷൻ പ്രവർത്തനങ്ങൾ. അതായത് അവിടെ ആ ഒരു തീ പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും ശ്രമിക്കണം. തീ പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇൻഷുറൻസ് എടുത്ത ആളും ശ്രമിക്കണം. ഇൻഷുറൻസ് എടുത്തു എന്ന് വെച്ച് കയ്യും കെട്ടി നിൽക്കരുത് എന്നാണ് മിറ്റിഗേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ കുറക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അവിടെ മിനിമൈസ് ദ ലോസ്. നിങ്ങളൊരു എന്താ പറയുക, ഇപ്പൊ ഒരു ഫയർ ഇൻഷുറൻസ് എടുത്തു എന്ന് വിചാരിച്ച് ഫയർ വരുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കി നിൽക്കരുത്. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഫയർ വരുന്ന സമയത്ത് ഇതൊക്കെ തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും ഇൻഷുറൻസ് എടുത്ത ആൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. മിനിമൈസ് ദ ലോസ് കുറക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് മിറ്റിഗേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വൺ ആണ്.
ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, നല്ല പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയായിരിക്കണം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, താല്പര്യത്തോടു കൂടി ഇൻഷുറൻസ് എടുക്കണം. ഇൻഡെമിനിറ്റി, നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. ഓൾ ദ കോൺട്രാക്ട് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, ഓൾ ദ ഇൻഷുറൻസ് എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ് ആർ അണ്ടർ ദ ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ. ദെൻ കോസ പ്രോക്സിമ, നിയറസ്റ്റ് കോസ് ഏതാണോ അതിനായിരിക്കും ഇൻഷുറൻസ് കിട്ടുക. ദെൻ സബ്രോഗേഷൻ, ഇറ്റ് ഈസ് എ റൈറ്റ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, ഇൻഷുറൻസ് കൊടുത്ത സാധനം അത് ആ നഷ്ടം എന്താ പറയുക, ഇവിടെ നോക്കുക, ഇറ്റ് ഇസ് എ റൈറ്റ് ഓഫ് ദ ഇൻഷുറർ ടു സ്റ്റാൻഡ് ഇൻ പ്ലേസ് ഓഫ് ദ ഇൻഷുർഡ് ആഫ്റ്റർ ദ സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തതിന് ശേഷം അതിന്റെ അധികാരം ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉദാഹരണം പറഞ്ഞു. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ തുണികളെല്ലാം കത്തി നശിച്ചു പോയി. അതിനുശേഷം ടെക്സ്റ്റൈൽ ഉടമയ്ക്ക് എന്ത് ചെയ്തു? ഇൻഷുറൻസ് കൊടുത്തു. അവിടെ കത്തി നശിച്ചു പോയിട്ടുള്ള തുണികളൊക്കെ പിന്നീട് ആരുടെ അവകാശത്തിൽ വരുന്നതാണ്? ഇൻഷുറൻസ് കമ്പനിയുടെ അവകാശത്തിൽ വരുന്നതാണ്. ദെൻ കോൺട്രിബ്യൂഷൻ, ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പ്രൊപ്പോർഷൻ ആയിട്ട് വീതിച്ചു തരും. ദെൻ മിറ്റിഗേഷൻ, എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? മാറി നിൽക്കാൻ വേണ്ടി പാടില്ല. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ കാണുന്ന എന്തെങ്കിലും നഷ്ടം വരും എന്ന് തോന്നൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട്, മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻഷുർഡ് ടു മിറ്റിഗേറ്റ് ദ റിസ്ക്. Then techniques of monetary controls used by RBI. Some of the techniques, കുറച്ച് ടെക്നിക്സ് എന്തൊക്കെയാണ്? മോണിറ്ററി കൺട്രോൾ, RBI ഉപയോഗിക്കുന്ന മോണിറ്ററി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മണി സപ്ലൈ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഉപയോഗിക്കുന്ന കുറച്ച് ട്രിക്സ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സിമ്പിൾ വൺ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ്, അതാണ് SLR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ്, SLRന്റെ ഫുൾ ഫോം. CRR, ക്യാഷ് റിസർവ് റേഷ്യോ. SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ്. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാഷ് ആയിട്ട് മാത്രം സൂക്ഷിച്ച, ഒരു ബാങ്കിൽ സൂക്ഷിച്ചാൽ പോരാ, കുറച്ച് ഗോൾഡ് രൂപത്തിൽ, അങ്ങനെയുള്ള രൂപത്തിലും എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഞാൻ ഇമാജിനറി എക്സാമ്പിൾ ആണ് പറയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കും. ആ കൊമേഴ്ഷ്യൽ ബാങ്ക് മുഴുവനായിട്ടും അവർ ക്യാഷിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ, കുറച്ച് ഭാഗം എന്ത് ചെയ്യണം? ഗോൾഡ് രൂപത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നിക്ഷേപിക്കേണ്ടി വരും. അതിനെയാണ് SLR എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. മുഴുവൻ എമൗണ്ടും ക്യാഷ് ആയിട്ട് മാത്രം വെച്ചാൽ പോരാ, കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യണം? ഗോൾഡ് രൂപത്തിലൊക്കെ വെക്കണം. ദാറ്റ് ഈസ് ആക്ച്വലി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്, അല്ലെങ്കിൽ SLR എന്ന് പറയുന്നത്. ദെൻ CRR എന്താ? ഒരു മിനിമം എമൗണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ ക്യാഷ് ആയിട്ട് വെക്കണം. മിനിമം എമൗണ്ട് എപ്പോഴും ബാങ്കിൽ ക്യാഷ് ആയിട്ട് വെക്കണം. അതിനെയാണ് CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, നമുക്ക് എന്തെങ്കിലും മണി സപ്ലൈ ഒക്കെ മണി പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ ഓപ്പൺ മാർക്കറ്റിൽ എന്ത് ചെയ്യും? അവരുടെ ഷെയറുകൾ, ബോണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ വിൽക്കും. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ വൺ. വെയിറ്റ്. ഓക്കെ, സംടൈംസ് it is like open market operation refers to a central bank buying or selling short-term treasuries and other securities in the open market in order to influence the money supply. ബാങ്ക് എന്ത് ചെയ്യും? അതായത് സെൻട്രൽ ബാങ്ക്, RBI എന്ത് ചെയ്യും? സംടൈംസ് ചില സമയത്ത് മണി സപ്ലൈ കുറക്കാനും മണി സപ്ലൈ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്, മണി സപ്ലൈ കുറക്കാനും അതേപോലെ തന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? ഷെയർ വാങ്ങുകയും മറ്റ് കമ്പനീസിന്റെ ഷെയർ വിൽക്കുകയും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് എന്ത് ചെയ്യും? അതൊക്കെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ എന്ത് ചെയ്യാം? ഇവരുടെ ഷെയറുകളും ഡിബഞ്ചറുകളൊക്കെ വിൽക്കുക എന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു രാജ്യത്തെ മണി സിസ്റ്റം, മോണിറ്ററി സിസ്റ്റം നല്ല പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. SLR എന്താ? മിനിമം ഗോൾഡ് രൂപത്തിലൊക്കെ ബാങ്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ്. CRR എന്താ? ക്യാഷ് രൂപത്തിൽ ബാങ്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താ? ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് വിൽക്കുക എന്നുള്ളതാണ്. ദെൻ റിപ്പോ റേറ്റ് എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് എന്ത് ചെയ്യും? ചിലപ്പോൾ കടം വാങ്ങും, അല്ലെ? RBIയിൽ നിന്നും കടം വാങ്ങും. ഇതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്നും കടം വാങ്ങും. അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. റിവേഴ്സ് റിപ്പോ നേരെ ഓപ്പോസിറ്റാ. സംടൈംസ് RBI എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങും.
RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കടം വാങ്ങും. അതിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയാം. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് എന്ത് ചെയ്യും? ചില സാഹചര്യങ്ങളിൽ കടം വാങ്ങാറുണ്ട്, ബോറോ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ നിന്ന് കടം വാങ്ങുകയാണെങ്കിൽ. നേരെ തിരിച്ച് RBI കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും കടം വാങ്ങുകയാണെങ്കിൽ അതിനെ അവിടെ ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. സംടൈംസ് ഡയറക്റ്റ് ആക്ഷൻ മെയ്ഡ്, അതായത് RBI എന്ത് ചെയ്യും? ഡയറക്റ്റ് ആക്ഷൻ മെയ്ഡ് ചെയ്യും. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ മോണിറ്ററി സിസ്റ്റം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് കണ്ടാൽ RBI എന്ത് ചെയ്യും? നേരിട്ട് ഇടപെടും. ഇത് വളരെ അപൂർവം മാത്രം കാണുന്നൊരു ടെക്നിക്കാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. RBI എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് മോണിറ്ററി സപ്ലൈ, മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? ഇടപെടുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ നോക്കാം. ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ യൂറോപ്യൻ മാനേജ്മെന്റ് ഈസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇൻ 1770s. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആദ്യത്തെ ബാങ്ക് ഇന്ത്യയിലെ യൂറോപ്യൻ മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു. ഇറ്റ് വാസ് ലിക്വിഡേറ്റഡ്. അത് എൻഡ് ചെയ്തു. ഏത് വർഷം? 1830. 32 വർഷം എന്ത് ചെയ്തു? അത് എൻഡ് ചെയ്തു. ഓക്കെ, 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരുന്നത്. 14 ബാങ്ക് നാഷണലൈസ് ചെയ്തു. ഏത് വർഷമാണ്? 1969. ഏതൊക്കെ ബാങ്കുകളാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹാബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, then Dena Bank, Canara Bank, Indian Bank, Indian Overseas Bank, Punjab National Bank, Syndicate Bank, Union Bank of India, United Bank, UCO Bank. Okay, these are the 14 banks nationalized in the year 1969. 1969 14 ബാങ്ക് നാഷണലൈസ് ചെയ്തു. ഏതൊക്കെയാണ് ബാങ്കുകൾ എന്ന് ചിലപ്പം ചോദിക്കാം, ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അതേപോലെ 1980 വീണ്ടും 6 ബാങ്കുകൾ കൂടി നാഷണലൈസ് ചെയ്തു, ഗവൺമെന്റിന്റെ കീഴിലേക്ക് വന്നു. പബ്ലിക് സെക്ടർ ബാങ്കുകളായി. ഏതൊക്കെയാ? ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്. ഈ 6 ബാങ്കുകൾ കൂടി എന്ത് ചെയ്തു? 1980 വർഷം നാഷണലൈസ് ചെയ്തു. ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, 1969 എത്ര ബാങ്ക് നാഷണലൈസ് ചെയ്തു? 14 ബാങ്കുകളാണ്. 1980 എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു? 6 ബാങ്കുകളാണ്. 6 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ, സിമ്പിൾ വൺ. ഇക്വിറ്റി ഷെയർ എന്നാൽ എന്ത്? പ്രിഫറൻസ് ഷെയർ എന്നാൽ എന്ത്? അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ് ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, എനിവേ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇക്വിറ്റി ഷെയർ? ഇക്വിറ്റി ഷെയർ ഇസ് ആൻ ഓർഡിനറി ഷെയർസ് ആർ കോൾഡ് ഇക്വിറ്റി ഷെയർസ്. ഇറ്റ് ഡസ് നോട്ട് ക്യാരി ഫിക്സഡ് ഡിവിഡൻഡ്. ഓക്കെ, ഇക്വിറ്റി ഷെയറിന് ഒരു ഫിക്സഡ് ഡിവിഡൻഡ് ഒന്നും കിട്ടില്ല. റിസ്ക് വളരെ കൂടുതലാണ്. അതായത് ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങി എന്നതിനർത്ഥം ആ കമ്പനിയുടെ ഒരു ഷെയർ നമ്മൾ വാങ്ങി എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ദിസ് വൺ ഇക്വിറ്റി ഷെയർ വാങ്ങി എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഷെയർ ആണ്. എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഓർഗനൈസേഷനിൽ തർക്കമൊക്കെ വരുവാണെങ്കിൽ അവിടെ വോട്ടിങ്ങിനുള്ള അവകാശം ഇക്വിറ്റി ഷെയർ വാങ്ങിയ ആൾക്കുണ്ട്. ഓക്കെ, വോട്ടിംഗ് റൈറ്റിനുള്ള അവകാശമുണ്ട്. അപ്പോ 1 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഡിനോമിനേഷൻസ് ആയിട്ടാണ് സാധാരണ ഇക്വിറ്റി ഷെയർ വാങ്ങാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇക്വിറ്റി ഷെയർ 100 രൂപയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങി, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടാവും. ഇക്വിറ്റി ഷെയർ മറ്റൊന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇക്വിറ്റി ഷെയർ എന്താ പറയുക, ലൈക്ക് നല്ല ലാഭം ഉണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ വളരെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇക്വിറ്റി ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഉള്ള ആൾക്ക് എന്ത് ചെയ്യും? ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് കിട്ടും. അതേസമയം നഷ്ടം വരികയാണെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരും. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഫിക്സഡ് ഡിവിഡൻഡ് ഇത്ര ഫിക്സഡ് എമൗണ്ട് കിട്ടണമെന്ന് ഇല്ല. ഫിക്സഡ് എമൗണ്ട് കിട്ടണമെന്നോ അങ്ങനെയൊന്നും തന്നെ ഇക്വിറ്റി ഷെയർ പ്രകാരം ഇല്ല. ഓക്കെ, ഇക്വിറ്റി ഷെയർ നല്ല ലാഭം കിട്ടുവാണെങ്കിൽ ഇക്വിറ്റി ഷെയറും നല്ല ലാഭം കിട്ടും. നല്ല നഷ്ടം വരുവാണെങ്കിൽ നല്ല നഷ്ടം സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് റിസ്ക് ഈസ് വെരി ഹൈ ആസ് കേസ് ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അതേസമയം പ്രിഫറൻഷ്യൽ ഷെയർസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 9% പ്രിഫറൻസ് ഷെയർ, 8% പ്രിഫറൻസ് ഷെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് 8% ഡിവിഡൻഡ് കിട്ടും, 9% ഡിവിഡൻഡ് കിട്ടും. ഈവൻ നഷ്ടത്തിലാണ് പോകുന്നതെങ്കിലും പ്രിഫറൻഷ്യൽ ഷെയർ പ്രകാരം ഒരു ഫിക്സഡ് ഡിവിഡൻഡ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് ഡിവിഡൻഡ്, ഫോർ എക്സാമ്പിൾ മന്ത്ലി 9% റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഒരു ഇയർലി 15% റിട്ടേൺ കിട്ടും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക? പ്രിഫറൻഷ്യൽ ഷെയർസ് പ്രകാരം വരിക. അതായത് എങ്ങനെ നഷ്ടം സംഭവിച്ചാലും ഡിവിഡൻഡ് എന്ത് ചെയ്യും? പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് വേണമെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് പ്രിഫറൻസ് ഷെയർസ് പ്രകാരം നമുക്ക് ലാഭം നന്നായിട്ട് കൂടിയാലും നമുക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. എപ്പോഴും ഫിക്സഡ് ഡിവിഡൻഡ് ആയിരിക്കും.
ഡിവിഡൻഡ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു മാസം 10,000 രൂപയാണ് ഡിവിഡൻഡ് കിട്ടുക, അല്ലെങ്കിൽ 9% ഒരു മാസം കിട്ടുന്ന ഡിവിഡൻഡ് എങ്കിൽ അടുത്ത മാസം അത് 9% നഷ്ടം സംഭവിച്ചാലും ലാഭം സംഭവിച്ചാലും 9% അതിന്റെ അപ്പുറത്തെ മാസവും 9% അങ്ങനെ ഓരോ മാസം സെയിം റേറ്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക ഡിവിഡൻഡ് കിട്ടുക, അത് മാറില്ല. ഓക്കെ, അതേസമയം ഇക്വിറ്റി ഷെയർ ആണെങ്കിലോ കൂടുതൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ എമൗണ്ട് കിട്ടും, നഷ്ടം സംഭവിച്ചാൽ നഷ്ടം സഹിക്കേണ്ടി വരും. ഇവിടെ പ്രിഫറൻസ് ഷെയർസ് പ്രകാരം നഷ്ടം സംഭവിച്ചാൽ നഷ്ടം സഹിക്കണമെന്നില്ല, കാരണം ഡിവിഡൻഡ് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഓവറായിട്ട് ലാഭം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഡിവിഡൻഡ് എന്ത് ചെയ്യില്ല, ആ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ 9% പ്രിഫറൻസ് ഷെയർ ആണ് വാങ്ങുന്നതിന് 9% മാത്രമേ റിട്ടേൺ കിട്ടുള്ളൂ, ഈവൻ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. ഓക്കെ, ഇവിടെ ഒരു ലാഭം എന്ന് പറയുന്നത് ഈവൻ ലോസ് ആണെങ്കിലും 9% ഡിവിഡൻഡ് പ്രോഫിറ്റിന്റെ ഭാഗം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് നഷ്ടം സംഭവിച്ചാൽ എന്ത് ചെയ്യുക, പ്രിഫറൻഷ്യൽ ഷെയർ പ്രകാരം എന്ത് ചെയ്യും, ആ ഡിവിഡൻഡ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഡിബഞ്ചർ, ഒരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങി എന്നതിനർത്ഥം ആ കമ്പനി ഇറക്കുന്ന കടപ്പത്രം വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഒരു ഡിബഞ്ചർ വാങ്ങുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരും. ഓക്കെ, ഞാനിപ്പോ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഡിബഞ്ചർ തരുന്ന 15% അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് റേറ്റ് അവരെന്ത് ചെയ്യും, എനിക്ക് തരും. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ഡിബഞ്ചർ എന്ന് പറയുന്നത്. കമ്പനി ഇഷ്യൂ ഡിബഞ്ചേഴ്സ് ഫോർ ഗെറ്റിംഗ് അഡീഷണൽ ഫണ്ട്സ്. ഫോർ എക്സാമ്പിൾ കമ്പനിക്ക് ഫണ്ട് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്, കമ്പനി ഡിബഞ്ചർ ഇറക്കുകയാണെന്ന് വിചാരിക്കുക. ഡിബഞ്ചർ ഇറക്കുകയാണ്, 9% കമ്പനിയുടെ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഈ ഡിബഞ്ചർ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വാങ്ങുകയാണെങ്കിൽ 9% എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. 9% പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. 5 വർഷത്തേക്കുള്ള ഡിബഞ്ചർ ആണെങ്കിൽ 5 വർഷം എന്ത് ചെയ്യും, 9% പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി ഡിബഞ്ചർ. ഡിബഞ്ചർ മീൻസ് കടപ്പത്രം. ഒരു കമ്പനിക്ക് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, കടപ്പത്രം ഇറക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, പുറത്തുനിന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, ആ ഡിബഞ്ചർ വാങ്ങാം. കമ്പനി അവർക്ക് തിരിച്ചെന്ത് കൊടുക്കും, കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ കൊടുക്കും. ആ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ അവരെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പലിശ തരും. ഓക്കെ, ഡിബഞ്ചറും ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി ഉള്ള 1 ഇയറിൽ താഴെ മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബില്ല് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രഷറി ബില്ല് വേണം, അല്ലെങ്കിൽ കോളർ നോട്ടീസ് മണി വേണം. ഇതൊക്കെ ഒരു വർഷത്തിൽ താഴെയുള്ള നിങ്ങളുടെ പണമിടപാട് മെച്യൂരിറ്റി, ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾ വാങ്ങുന്നത്. ആ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ബോറോയിങ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബോറോയിങ് ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടി പറ്റും. ഒരു വർഷത്തിൽ താഴെ ആണെങ്കിലാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരിക. ഒരു വർഷത്തിന് മുകളിലാണ് നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമെങ്കിൽ അവിടെ നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കുക. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ ഷെയർ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഷെയർ, ഡിബഞ്ചർ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രധാനമായിട്ട്. അപ്പൊ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താ, ഒരു വർഷത്തിൽ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാം. ഒരു വർഷത്തിൽ താഴെയാണ് നിങ്ങളുടെ പണത്തിന് ആവശ്യമെങ്കിൽ മാത്രമാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക. അതിൽ തന്നെ ട്രഷറി ബിൽ ഉണ്ട്, കോളർ നോട്ടീസ് മണി ഉണ്ട്, കൊമേഴ്ഷ്യൽ ബിൽ ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, കൊളാട്ടറൽ ലോൺ ഉണ്ട്. നോക്കാം, ട്രഷറി ബിൽ എന്താ, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, ട്രഷറി ബിൽസ് ആർ അവൈലബിൾ മിനിമം എമൗണ്ട് ഓഫ് 25,000 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 25,000 മാത്രമേ ട്രഷറി ബില്ല് അവൈലബിൾ ആവുള്ളൂ. മിനിമം 25,000 രൂപയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ട്രഷറി ബിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, റേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി ഉള്ളതായിരിക്കും ട്രഷറി ബിൽ ഓൾവേസ്. നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഓൾവേസ് എന്തായിരിക്കും, ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും അതിന്റെ മെച്യൂരിറ്റി. ട്രഷറി ബിൽ ഇഷ്യൂ ചെയ്യുന്ന ആരാ, ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ആണ്. ഒരു വർഷത്തിൽ താഴെയുള്ള പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രഷറി ബില്ല് റേസ് ചെയ്യുന്നത്. അത് 25,000 ഡിനോമിനേഷൻ ആയിട്ടായിരിക്കും ട്രഷറി. മിനിമം 25,000 രൂപയെങ്കിലും എന്ത് ചെയ്യണം, വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ട്രഷറി ബില്ല് റേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് വൺ, കോളർ നോട്ടീസ് മണി. നിങ്ങളുടെ പണത്തിന്റെ ആവശ്യം ഒരു ദിവസത്തിനും 14 ദിവസത്തിനും ഇടയിലാണെങ്കിൽ, കോളർ നോട്ടീസ് മണി ഉപയോഗിക്കാം. നിങ്ങൾക്ക് 14 ദിവസം വരെ ആവശ്യമുള്ളൂ, 2 മതി, 2 വീക്കിലേക്ക് പണത്തിന് ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോളർ നോട്ടീസ് മണി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുള്ളൂ, അവിടെ കോൾ മണി ഉപയോഗിക്കാം. അല്ലെങ്കിൽ 14 ദിവസം വരെ ആവശ്യമുള്ളൂ, അവിടെ നോട്ടീസ് മണി ഉപയോഗിക്കാം. അല്ലെങ്കിൽ കോളർ നോട്ടീസ് മണി എന്ന് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി. ഒരു ദിവസം മുതൽ 14 ദിവസം വരെയാണ് നിങ്ങളുടെ പണത്തിന്റെ ആവശ്യമെങ്കിൽ കോളർ നോട്ടീസ് മണി ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, കൊമേഴ്ഷ്യൽ ബിൽ. നിങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും കടമായിട്ട് ക്രെഡിറ്റ് ബേസിൽ വാങ്ങുകയാണെങ്കിൽ അവിടെ കൊമേഴ്ഷ്യൽ ബിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം. അത് മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും. ഓക്കെ,
കൊമേഴ്ഷ്യൽ ബിൽ ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് സെല്ലർ ഡ്രോസ് ദിസ് കൊമേഴ്ഷ്യൽ ബിൽ. സെല്ലർ എന്ത് ചെയ്യും? ഈ കൊമേഴ്ഷ്യൽ ബില്ല് ബയറുടെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, ആ എമൗണ്ട് തിരിച്ചു കിട്ടും. ഓക്കെ, കൊമേഴ്ഷ്യൽ ബിൽ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ പൈസ ഞാൻ തന്നോളാം. ഓക്കെ, കടമായി വാങ്ങിയ സാധനത്തിന് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് കടമായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ എമൗണ്ട് ഞാൻ തിരിച്ചു തന്നോളാം. അതാണ് ആക്ച്വലി കൊമേഴ്ഷ്യൽ ബിൽ. സെല്ലറാണ് ഇവിടെ ഡ്രോ ചെയ്യുന്നത്. എന്റെ കയ്യിൽ നിന്നും ഇദ്ദേഹം 20,000 രൂപയുടെ സാധനം ക്രെഡിറ്റ് ആയി വാങ്ങിയിട്ടുണ്ട്, കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്, അത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു തരണം. ദാറ്റ് ഈസ് ആക്ച്വലി കൊമേഴ്ഷ്യൽ ബിൽ. കടമായിട്ടാണ് വാങ്ങിയത്, അതുകൊണ്ടാണ് ഒരു വർഷത്തിനുള്ളിൽ അവർ പേപ്പറിൽ എഴുതി കൊടുക്കുകയാണ്, കടമായി വാങ്ങുകയാണ്, അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു തരണം. ദാറ്റ് ഈസ് ആക്ച്വലി കൊമേഴ്ഷ്യൽ ബിൽ. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓൾസോ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒരു വർഷത്തിൽ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാം. സിമ്പിൾ വൺ. ഡിമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലായിരിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുക. ഇലക്ട്രോണിക് ഫോമിലാണ്, അത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ഇലക്ട്രോണിക് ഫോമിൽ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു വർഷത്തിൽ താഴെയുള്ള മണി പർപ്പസിന് വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ വൺ. കൊമേഴ്ഷ്യൽ പേപ്പറും അതുപോലെ തന്നെയാണ്, ഒരു പ്രോമിസറി നോട്ട് പോലെയാണ്. ഞാൻ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറാണ്, ഒരു കൊമേഴ്ഷ്യൽ പേപ്പറാണ്. ഓക്കെ, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ്. 1990 ഇത് വരുന്നത്. ഇതും ഒരു വർഷത്തിൽ താഴെ മെച്യൂരിറ്റി ഉള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ബിസിനസ്സിലെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് വേണ്ടി ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ ഉപയോഗിക്കാം. ചിലപ്പോൾ പെട്ടെന്നൊരു ഫണ്ട് ഷോർട്ടേജ് വന്നിട്ടുണ്ടാവും, ഒരു 50,000 രൂപയുടെ ഷോർട്ടേജ് വന്നു, അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു പ്രൊമിസറി നോട്ട് പോലെയാണ്. ഒരു വർഷത്തിനുള്ളിൽ 50,000 രൂപ തന്നോളാം, നിങ്ങൾ എനിക്ക് എമൗണ്ട് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ്, ഒരു ജസ്റ്റ് ലൈക്ക് എ പേപ്പർ. ഒരു വർഷത്തിനുള്ളിൽ എമൗണ്ട് തിരിച്ചു തന്നോളാം. ആക്ച്വലി ദാറ്റ് വൺ ഈസ് കോൾഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ദെൻ നെക്സ്റ്റ് വൺ, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ബാങ്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങുകയും കൊടുക്കുകയൊക്കെ വേണമെങ്കിലാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. ചില ബാങ്കുകൾക്ക് എന്തെങ്കിലും കടം ഉണ്ടാവും, അപ്പോൾ മറ്റ് ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കടം വാങ്ങാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ബിറ്റ്വീൻ ബാങ്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ ഇടപെടുകയാണ്. മെച്യൂരിറ്റി പീരീഡ് ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും ഇതിന്റെ പീരീഡ് വരിക. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബാങ്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡീൽ നടത്താൻ വേണ്ടി പറ്റും. 1977 ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വരുന്നത്. ദെൻ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ അവസാന ഭാഗത്തിന്റെ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ പറഞ്ഞുതരാം. ഈ വീഡിയോന്റെ അവസാന ഭാഗത്ത് മ്യൂച്വൽ ഫണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഇത്ര മാത്രം മനസ്സിലാക്കാൻ, മ്യൂച്വൽ ഫണ്ട്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് മീൻസ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു വർഷത്തിൽ താഴെ 1 ഇയറിൽ താഴെ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് ഈ വീഡിയോന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, എൻഡ് ഭാഗത്ത് പഠിക്കും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കൊളാട്രൽ ലോൺ എന്താ? നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിച്ചാൽ എന്ത് ചെയ്യില്ല? ഡയറക്റ്റ് ആയിട്ട് അവർ തരില്ല. കാരണം ലോൺ ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ആയിട്ട് എന്തെങ്കിലും വെക്കേണ്ടി വരും, കൊളാട്രൽ ആയിട്ട് എന്തെങ്കിലും വെക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വീടിന്റെ മുദ്രപത്രം അതുപോലെയുള്ള എന്തെങ്കിലും ഈടായിട്ട് വെക്കേണ്ടി വരും. സെക്യൂരിറ്റി ആയിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലോൺ കിട്ടുള്ളൂ. എനിക്കിപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ വീടിന്റെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, അതിന്റെ സെക്യൂരിറ്റി ഒക്കെ കൊടുത്താൽ മാത്രമേ, ഒരു സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ, ഒരു ഈട് വെച്ചാൽ മാത്രമേ, ഈട് എന്നാണ് അതിന് മലയാളത്തിൽ പറയുക, ഒരു സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട്, ആ ഗോൾഡ് ഞാൻ വെച്ചിട്ട് കുറച്ച് എന്ത് ചെയ്തു? പണം തിരികെ വാങ്ങി. അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ, എഗെയിൻസ്റ്റ് എന്നാണ് ഇവിടെ, എഗെയിൻസ്റ്റ് ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പണം, ലോൺ കിട്ടുള്ളൂ. അതിനെയാണ് കൊളാട്രൽ ലോൺ എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ താഴെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ കൊളാട്രൽ ലോൺ എന്ന് നമുക്ക് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ പറയാൻ വേണ്ടി പറ്റും. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ കൊളാട്രൽ ലോൺ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഒരു വർഷത്തിൽ താഴെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ, ഒരു വർഷത്തിൽ കൂടുതലുള്ള കൊളാട്രൽ ലോൺ ആണെങ്കിലോ അത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കീഴിലാണ് വരിക. ഒരു വർഷത്തിൽ ബിലോ 1 ഇയർ ആണെങ്കിലാണ് അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ വരിക. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് ലാസ്റ്റ് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഏതൊക്കെയുള്ള ശ്രദ്ധിക്കാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ട്രഷറി ബിൽ. ഇവിടെ ചോദ്യം ചോദിക്കാനുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ
അണ്ടർ ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലാണോ ഇത് വരിക, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലാണ് ട്രഷറി ബില്ല്, കോൾ ഓർ നോട്ടീസ് മണി, കൊമേഴ്ഷ്യൽ ബില്ല്. ഒരു 1 to 14 days മണി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ കോൾ ഓർ നോട്ടീസ് മണിയാണ് ഉപയോഗിക്കുക. ഒരു ദിവസം മുതൽ 14 ദിവസം വരെയുള്ള മണി പർപ്പസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. കൊമേഴ്ഷ്യൽ ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, കൊളാട്രൽ ലോൺ. കൊളാട്രൽ ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുക്കുന്നതിനാണ് കൊളാട്രൽ ലോൺ എന്ന് പറയാം. അത് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് പെടുക. ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓർ RBI ഇഷ്യൂ ചെയ്യുന്നതിനാണ് ട്രഷറി ബിൽ എന്ന് പറയാം. ഓക്കെ. കൊമേഴ്ഷ്യൽ ബിൽ എന്തിനാ? ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ സെല്ലർ ഡ്രോ ചെയ്യുന്ന ബില്ലാണ് കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റിന് വിറ്റ സാധനം 1 വർഷത്തിനുള്ളിൽ ഞാൻ തിരിച്ചടച്ചോളാം, അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റർ ഡ്രോ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ബിൽ എന്ന് പറയുന്നത്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ കൊമേഴ്ഷ്യൽ പേപ്പർ, അതും ഒരു പ്രൊമിഷറി നോട്ടാണ്. 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ പണം തിരിച്ചു തന്നോളാം. 50,000 രൂപയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഒരു 12 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 11 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം. 1 വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നോളാം. ദാറ്റ് ഇസ് ആക്ച്വലി കൊമേഴ്ഷ്യൽ പേപ്പർ. ദെൻ ഇന്റർ ബാങ്ക്, ബാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ദെൻ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും. ദെൻ കൊളാട്രൽ ലോൺ എഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് വെച്ചിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെ കൊളാട്രൽ ലോൺ എന്ന് പറയാം. പെട്ടെന്ന് 1 വർഷത്തിൽ താഴെയുള്ള ലോൺ ആണെങ്കിൽ അതിനെ കൊളാട്രൽ ലോൺ അണ്ടർ ദ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. 1 വർഷത്തിൽ മുകളിലാണെങ്കിൽ അത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലാണ് പോവാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ലോങ് ടേം ലോങ് ടേം സെക്യൂരിറ്റീസ് സച്ച് ആസ് ഷെയർ, ഡിബഞ്ചർ ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരിക. സെബി ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സെബി ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം മണി മാർക്കറ്റ് ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? RBI ആണ്. RBI റെഗുലേറ്റ്സ് ദ മണി മാർക്കറ്റ്. സെബി റെഗുലേറ്റ്സ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെബി റെഗുലേറ്റ്സ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്, RBI റെഗുലേറ്റ് ദ മണി മാർക്കറ്റ്. ഇവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കർ വേണം. അത് അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റി. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അണ്ടർ റൈറ്റിംഗ് ചെയ്തു തരുന്ന കമ്പനീസ് ഉണ്ട്. ഏതൊക്കെ കമ്പനീസ് അണ്ടർ റൈറ്റിംഗ് ചെയ്തു തരുന്ന ഒരു കമ്പനീസ് എന്ന് പറയുന്നത്? എന്താണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് 10,000 ഷെയർസ് ഉണ്ട്. ഈ 10,000 ഷെയർസ് മുഴുവനായിട്ട് എന്ത് ചെയ്യണമെന്നില്ല, വിൽക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ കമ്പനി പറയാണ്, കമ്പനി അണ്ടർ റൈറ്റിംഗ് ഏജൻസിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അണ്ടർ റൈറ്റിംഗ് ഏജൻസി പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഷെയർസ് മൊത്തം ഞങ്ങൾ വിറ്റ് തന്നേക്കാം. ഓക്കെ, അതിനുള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു തരണം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഷെയർസ് മുഴുവനായിട്ട്, നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്തുള്ളൂ എങ്കിൽ പോലും അണ്ടർ റൈറ്റിംഗ് കമ്പനി എന്ത് ചെയ്യും? അത് 10,000 ഷെയർസ് എന്ത് ചെയ്യും? വിറ്റ് തരാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പം ഒരു ഷെയർസ് പോലും പെൻഡിങ് ഇല്ലാതെ അണ്ടർ റൈറ്റിംഗ് കമ്പനി എന്ത് ചെയ്യും? അത് ഏറ്റെടുത്തിട്ട് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങളൊക്കെ ഏറ്റെടുത്ത് എന്ത് ചെയ്യും? അണ്ടർ റൈറ്റിംഗ് കമ്പനി ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും? മുഴുവൻ ഷെയർസും വിറ്റ് തരും. ഓക്കെ, അപ്പോൾ അണ്ടർ റൈറ്റിംഗ് കമ്പനീസിന് ഇത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനീസ് ഷെയർ വിൽക്കുന്ന സമയത്ത് മുഴുവൻ ഷെയർസും പബ്ലിക് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ അണ്ടർ റൈറ്റിംഗ് കമ്പനി ഇടപെട്ട് എന്ത് ചെയ്യും? മുഴുവൻ ഷെയർസും ഏറ്റെടുപ്പിച്ച് അല്ലെങ്കിൽ മുഴുവൻ ഷെയർസും വിറ്റ് തരും. ആരാണ്? അണ്ടർ റൈറ്റിംഗ് കമ്പനിയാണ് മെയിനായിട്ട് അതിന് ഡീൽ ചെയ്യുക. ഓക്കെ, ബ്രോക്കേഴ്സ് വഴി മാത്രമേ നമുക്ക് ഷെയർ ഒക്കെ വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബ്രോക്കേഴ്സ് ഒരു പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. ഷോർട്ട് ടേം ആണ് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആണ്. ഷോർട്ട് ടേം, ലോങ് ടേം. ദെൻ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെയാണ് മണി മാർക്കറ്റിൽ വരിക. ഷെയർ, ഡിബഞ്ചർ ഒക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരിക. ലെസ് റിസ്ക് ആണ് മണി മാർക്കറ്റിൽ. കാരണം എന്തുകൊണ്ടാണ്? 1 വർഷത്തിൽ താഴെ ആയതുകൊണ്ടാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് 1 വർഷത്തിന് മുകളിലായതുകൊണ്ട് മോർ റിസ്ക് ആയിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെ? RBI ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൽ സെബി ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, രണ്ടായിട്ട് തിരിക്കാം. പ്രധാനമായിട്ടും നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി മാർക്കറ്റ് എന്താ? ഫസ്റ്റ് ന്യൂസ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ആണ്. ആദ്യമായിട്ട് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഫ്രഷ് ക്യാപിറ്റൽ. നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത്, ഒരു പുതിയ കാർ വാങ്ങുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഒരു ഫ്രഷ്
കാറാണ് നമ്മൾ വാങ്ങിയെന്ന് പറയാൻ വേണ്ടി പറ്റും. നിലവിൽ വേറൊരാളുടെ കാർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാറില്ലേ, അതാണ് സെക്കൻഡറി മാർക്കറ്റിൽ വരുന്നത്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റി, ഒരാൾ വാങ്ങിയ ഷെയർ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും വാങ്ങിയിട്ട് വേറൊരാൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏതിലാണ് വരിക, സെക്കൻഡറി മാർക്കറ്റിലാണ് വരിക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനാണ് പ്രൈമറി മാർക്കറ്റിൽ വരിക. ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഷെയർ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ഫസ്റ്റ് ടൈം, ഓക്കെ, ഫസ്റ്റ് ടൈം, അതിനാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. ഇറ്റ് ഇസ് എ വൺ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഓൾറെഡി ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് സെക്കൻഡറി മാർക്കറ്റിൽ വരിക. അത്രയേ ഉള്ളൂ. ഓൾഡ് ഇഷ്യൂസ് ആണ് സെക്കൻഡറി മാർക്കറ്റ് വരിക. ഇവിടെ ശ്രദ്ധിക്കാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷെയറും ഈ ഡിബഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാങ്ങാൻ വേണ്ടി പറ്റും പ്രധാനമായിട്ടും. അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുന്ന ആരാ, സെബിയാണ്. ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ഫോം ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ വാങ്ങുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് വാങ്ങുക. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ്, NSE BSE ആണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ NSE വർഷം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വർഷം ഏതാ, 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വർഷം. അത് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം മുംബൈ. അവിടെ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിസസ് S&P CNX നിഫ്റ്റി ജൂനിയർ, നിഫ്റ്റി മിഡ് ക്യാപ് 50. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഷെയറിന്റെ പ്രൈസ് കൂടിയോ, ഷെയറിന്റെ പ്രൈസ് കുറഞ്ഞോ, ഷെയറിന്റെ പ്രൈസ് വീണ്ടും കൂടിയോ കുറഞ്ഞോ, അതൊക്കെ നോക്കുന്നതാണ് ഈ ഇൻഡിസസ് എന്ന് പറയുന്നത്. നിഫ്റ്റിയാണ് പ്രധാനമായിട്ട് നമ്മൾ NSEയിൽ ഉപയോഗിക്കുന്ന ഇൻഡിസസ്. നിഫ്റ്റിയാണ്, അതായത് S&P CNX നിഫ്റ്റി ഉണ്ട്, CNX നിഫ്റ്റി ജൂനിയർ ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ് ഉണ്ട്. ഇതൊക്കെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിസസ്. അപ്പൊ നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡിസസ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡിസസ് ഉപയോഗിക്കാറുണ്ട് പ്രധാനമായിട്ടും. ഓക്കെ, സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡിസസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. സെൻസെക്സ് അതാണ് BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഇൻഡിസസ്. അതും ലൊക്കേറ്റഡ് ഇൻ മുംബൈ. 1875 BSE സെൻസെക്സ്, മിഡ് ക്യാപ് BSE 100, BSE 200, BSE ഡോളക്സ്. ഇതൊക്കെ BSEയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്ന ഇൻഡിസസ് ആണ്. 1875 വരുന്നത്. അപ്പോൾ 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് മാറിയത് 1993 പക്ഷേ 1992 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ദെൻ OTCA, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. സ്മോൾ കമ്പനീസ്, ചെറിയ കമ്പനീസിന്റെ ഷെയറുകൾ വാങ്ങുക, വിൽക്കുക എന്നുള്ളതാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് നോട്ട് എക്സിസ്റ്റ്. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇല്ല. 1992 ഇത് നിലവിൽ വന്നത്. ഇപ്പോൾ അതില്ല കേട്ടോ, ഇപ്പോൾ അതില്ല. ഓക്കെ, അതേപോലെ തന്നെ നാസ്ഡോക്ക്, ഇത് ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാസ്ഡോക്ക് എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സ് ഇൻ ഓട്ടോമേറ്റഡ് കൊട്ടേഷൻ, അതാണ് അതിന്റെ ഫുൾ ഫോം. ഇതൊരു അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാസ്ഡോക്ക് മീൻസ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, നാസ്ഡോക്ക് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. വെയിറ്റ്. നാസ്ഡോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്ന വർഷം 1971 നോട്ട് ചെയ്യുക. 1971 നാസ്ഡോക്ക് വന്നത്. 1971 ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നത്. ഓക്കെ, യെസ്, 1971 1971 നാസ്ഡോക്ക് വന്നത്. നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സ് ഇൻ ഓട്ടോമേറ്റഡ് കൊട്ടേഷൻ. ദെൻ കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിന്റെ വർഷം, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രധാനമായിട്ട് അതിന്റെ വർഷം, അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ടും നമ്മുടെ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ IDBI ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമുക്ക് IDBI പറയാം. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBIയുടെ ഫുൾ ഫോം ആണ്. 1964 വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഇൻഡസ്ട്രിയുടെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട്, വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പ്രൊവൈഡ്സ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ലോൺ കൊടുക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള IDBIയുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, IDBI പ്രൊവൈഡ്
ടേം ലോൺ ഫോർ ദ എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ എന്റർപ്രണർഷിപ്പ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എന്റർപ്രണർഷിപ്പിന് താല്പര്യമുണ്ടെങ്കിൽ IDBI എന്ത് ചെയ്യും? ലോൺ തരും. അതേപോലെ തന്നെ കോർഡിനേഷൻ ആൻഡ് റെഗുലേഷൻ സൂപ്പർവിഷൻ ഓഫ് ദ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് IFCA, ICICI, UTI, LIC, കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? IDBI ആണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഇൻഡസ്ട്രി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ട് ഫിനാൻസ് നൽകുക. ഇറ്റ് പ്രൊമോട്ട്സ് ദ ഡെവലപ്മെന്റ്സ് ഓഫ് അവർ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നു. IDBI 1964 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇത് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ സബ്സിഡറീസ് ഓഫ് IDBI. IDBIയുടെ കീഴിൽ വരുന്ന കുറച്ച് സബ്സിഡറീസ് ഉണ്ട്. IDBIയുടെ കീഴിൽ വരുന്ന IDBI ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസ് ലിമിറ്റഡ്, പേര് മാത്രം ഓർത്താൽ മതി, ഇത് IDBIയുടെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ദെൻ IDBI ഹോം ഫിനാൻസ് ലിമിറ്റഡ്, IDBI ഇൻടെക് ലിമിറ്റഡ്, IDBI ഗിൽഡ്സ് ലിമിറ്റഡ്, പിന്നെ IDBI അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, ദെൻ IDBI MF ട്രസ്റ്റി കമ്പനി ലിമിറ്റഡ്, IDBI ട്രസ്റ്റിഷിപ്പ് സർവീസ് ലിമിറ്റഡ്, IDBI ഫെഡറൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഇതൊക്കെ IDBIയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ സെക്കൻഡ് വൺ IFCA, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, 1948 ഡൽഹി. ഓക്കെ, IFCAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? ഡൽഹി. യെസ്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, 1948 ന്യൂഡൽഹി. ഇവിടെയും ഇൻഡസ്ട്രീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ഇവിടെ ഫെസിലിറ്റി കൊടുക്കുക. പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ലോൺസ് ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദിസ് ടു ഈസ് നോട്ട് ഹിയർ. ഓക്കെ, ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഫിനാൻഷ്യൽ സർവീസ് കൊടുക്കുന്നു, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നു, ഗ്യാരണ്ടി ഫോർ സബ്സ്ക്രൈബ് ഷെയർസ്, അഡോപ്റ്റ് പ്രൊമോഷണൽ സ്കീംസ്. അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ മുഴുവനായിട്ട് വിറ്റില്ല എങ്കിൽ മുഴുവനായിട്ട് വിൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ഒരു കമ്പനി അണ്ടർ റൈറ്റിംഗ് ഏജൻസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഷെയർസും ആര് വിറ്റ് തരും? അണ്ടർ റൈറ്റിംഗ് കമ്പനീസ് വിറ്റ് തരും, നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ. ഓക്കെ, ദെൻ പ്രൊവൈഡ് സബ്സിഡീസ് ഫോർ വുമൺ എന്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എൻകറേജ് മോഡേണൈസേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന്റെ മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്മോൾ സ്കെയിൽ യൂണിറ്റിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് IFCA സഹായിക്കുന്നുണ്ട്. ചെറിയ ഇൻഡസ്ട്രീസിനെ വലുതാക്കാൻ വേണ്ടിയിട്ട്, മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് IFCA സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1948 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫിനാൻഷ്യൽ സർവീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, വുമൺ എന്റർപ്രണർഷിപ്പ്, അതൊക്കെ പ്രധാനമായിട്ട് നോക്കുക. അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റി, എൻകറേജ് മോഡേണൈസേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ SIDBI, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI 1990. It is a wholly owned subsidiary of IDBI. IDBIയുടെ ഒരു സബ്സിഡറി ആയിട്ട് SIDBIനെ പറയാൻ വേണ്ടി പറ്റും. IDBIയുടെ കീഴിലാണ് SIDBI വരുന്നത്. അപ്പൊ SIDBI 1990 വന്നു. ഇതും പ്രധാനമായിട്ടും ഓക്കെ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ബൈ ഗിവിംഗ് ഫിനാൻസ് ടു സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക, സ്റ്റേറ്റിലെ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് SIDBIയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓരോ സ്റ്റേറ്റിലെയും സ്മോൾ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. നോക്കുക, MSME സെക്ടർ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. MSME എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ആണ് MSME സെക്ടർ എന്ന് പറയുന്നത്. മൈക്രോ സ്മോൾ മീഡിയം. അപ്പൊ ചെറിയ, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ മൈക്രോ സ്മോൾ മീഡിയം അങ്ങനെയുള്ള എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് SIDBIയുടെ പേരിൽ തന്നെ ഉണ്ടല്ലേ, സ്മോൾ ഇൻഡസ്ട്രീസ് ആണ്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് അങ്ങനെയുള്ള എന്റർപ്രൈസ് തന്നെ. സ്മോൾ എന്റർപ്രൈസ് അല്ലെങ്കിൽ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ എന്റർപ്രൈസ്, സ്മോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്, മീഡിയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുത്. അങ്ങനെയുള്ള മീഡിയം എന്റർപ്രൈസസ് വരെ അതിനാവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് SIDBIയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സ്റ്റേറ്റിലുള്ള ഓരോ സ്റ്റേറ്റിലും എന്തുണ്ടാവും? SIDBI ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? SIDBIക്ക് ഓരോ സ്റ്റേറ്റിലെ ഫിനാൻസ് കോർപ്പറേഷനെയും സഹായിക്കാൻ, ഫിനാൻസ് കമ്പനീസിനെയും സഹായിക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ചെറിയ ഇൻഡസ്ട്രീസിനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് SIDBIയുടെ ഉദ്ദേശം.
ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ, ആ ഒരു സ്മോൾ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കലി ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ മോഡേണൈസേഷൻ, ആ ഒരു ഇൻഡസ്ട്രീസിനെ, സ്മോൾ ഇൻഡസ്ട്രീസിനെ തന്നെ പുതിയ രീതിയിൽ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മാർക്കറ്റിംഗിന് സഹായിക്കുന്നു. സ്മോൾ സ്കെയിൽ സെക്ടറിലെ മാർക്കറ്റിംഗ്, എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെറിയ ചെറിയ കമ്പനീസ്, സ്മോൾ ഇൻഡസ്ട്രീസ് ആണ് ഉണ്ടാക്കിയെങ്കിൽ അവരുടെ മാർക്കറ്റിങ്ങിനെയും സിഡ്ബി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 സ്കീം നോക്കാം, ചിലപ്പോൾ ചോദിക്കാം ഇത് ഏത് സ്കീമാണെന്ന്, ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്കീമാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. സിഡ്ബിയുടെ സ്കീമാണ് നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം, ഓട്ടോമാറ്റിക് റീഫൈനാൻസ്, സിംഗിൾ വിൻഡോ സ്കീം. ഇതൊക്കെ സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കീംസ് ആണ്. ഓക്കെ, ചിലപ്പം ദ നാഷണൽ ഇക്വിറ്റി ഫണ്ട് സ്കീം ഡെവലപ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കാം. അപ്പൊ സിഡ്ബി ആണ് റൈറ്റ് ആൻസർ വരിക. സിഡ്ബി 1990. ഓക്കെ, ദെൻ സബ്സിഡറീസ് ഓഫ് സിഡ്ബി, സിഡ്ബിയുടെ കീഴിൽ വരുന്നത് നോക്കാം. സിഡ്ബി വെഞ്ചർ ക്യാപിറ്റൽ 1999, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. ജസ്റ്റ് പേര് മാത്രം ഓർത്താൽ മതി. ഇതൊക്കെ സിഡ്ബിയുടെ കീഴിൽ സ്മോൾ ഇൻഡസ്ട്രീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. സ്മോൾ ഇൻഡസ്ട്രീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സബ്സിഡറീസ് ആണ്, സിഡ്ബിയുടെ കീഴിൽ വരുന്ന സബ്സിഡറീസ് ആണ്. ദെൻ ഇന്ത്യ SME ടെക്നോളജി സർവീസ് ലിമിറ്റഡ്, ഇന്ത്യ SME അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. ശ്രദ്ധിക്കുക, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പൊ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, വെയിറ്റ്. ഇന്ത്യ SME അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, ഇന്ത്യ SME അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. ദെൻ നെക്സ്റ്റ് വൺ, India SME Asset Reconstruction Company Limited. Then Mudra 2015, Micro Units Development and Refinance Agency Limited. That is Mudra 2015 വന്നത് മുംബൈയിലാണ്. It provides loan at low rates. ചെറിയ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്നു സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അതിനാണ് മുദ്ര എന്ന് പറയുന്നത്. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ലിമിറ്റഡ്. ഇതിന്റെ ഫുൾ ഫോം ഓർത്ത് നോക്കുക. മുദ്ര 2015 വന്നത്. The next one, State Financial Corporation, SFC. 1951 സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ വരുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് സ്മോൾ മീഡിയം കോട്ടേജ് ഇൻഡസ്ട്രീസിനെ സഹായിക്കുക, ഫിനാൻസ് കൊടുത്തിട്ട് സഹായിക്കുക, ലോൺ കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റ്സിലും ഇതുണ്ടാവും. എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സ്മോൾ മീഡിയം ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. സ്മോൾ മീഡിയം കോട്ടേജ് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഫൈനാൻസ് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നോക്കുക, കൺസെഷണൽ അസിസ്റ്റൻസ് ടു ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ചെറിയ പലിശ നിരക്കില്, സ്മോൾ ഇൻട്രസ്റ്റ് നിരക്കിൽ, അതാണ് കൺസെഷണൽ എന്ന് പറയുന്നത്. കൺസെഷണൽ അസിസ്റ്റൻസിൽ ലോൺ കൊടുക്കും, സ്മോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കും. ബാക്ക്വേർഡ് ഏരിയാസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ സോഫ്റ്റ് ലോൺ അറ്റ് കൺസെഷണൽ റേറ്റ്, സോഫ്റ്റ് ലോൺ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ചെറിയ സർവീസ് ചാർജിൽ ലോൺ കൊടുക്കുന്നു. ദെൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സ്റ്റേറ്റിനെ ഫിനാൻഷ്യൽ സർവീസ് ആക്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റേറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. 1982 നബാർഡ് വരുന്നത്. അപ്പെക്സ് ബാങ്ക് ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ അപ്പെക്സ് ബാങ്ക് ആണ്, ലൊക്കേറ്റഡ് ഇൻ മുംബൈ. മാനേജ്മെന്റ് ഓഫ് നബാർഡ് നോക്കുക, ചെയർമാൻ RBI ഡെപ്യൂട്ടി മാനേജർ ആയിരിക്കും. ദെൻ 3 നോമിനീസ് ഓഫ് ദ RBI സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ അവരുടെ കമ്മിറ്റീസിൽ ഉണ്ടാവും. ദെൻ ജസ്റ്റ് ഓർത്താൽ മതി, 3 നോമിനീസ് ഉണ്ടാവും, RBIയുടെ 3 നോമിനീസ് ഉണ്ടാവും. RBI ഡെപ്യൂട്ടി മാനേജർ ആയിരിക്കും അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ 3 നോമിനീസ് ഉണ്ടാവും. അത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ളതും അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക എന്നുള്ളതാണ് നബാർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. 1982 ലൊക്കേറ്റഡ് ഇൻ മുംബൈ. ഓക്കെ, പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നോക്കുക നബാർഡിന്റെ. വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റൂറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് കൊടുക്കുക. റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമപ്രദേശങ്ങളുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇംപ്ലിമെന്റേഷൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ കൊടുക്കുക. റൂറൽ ക്രെഡിറ്റ് ഏജൻസി, റൂറൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, പണം കടമായി കൊടുക്കുക.
റീഫൈനാൻസ് ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫിനാൻസ്, കോഓപ്പറേറ്റീവ് ബാങ്കിനെ അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് RRB, റീജിയണൽ റൂറൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക് ആണ് RRB എന്ന് പറയുന്നത്, അവരെയൊക്കെ സഹായിക്കാം. ദെൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ റൂറൽ ഏരിയാസ്, ദെൻ കോഓപ്പറേറ്റീവ് സെക്ടർ RRBനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗവൺമെന്റ് മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് റൂറൽ ക്രെഡിറ്റ്, ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുക. ഇതൊക്കെ പ്രധാനമായിട്ടും നബാർഡിന്റെ ലക്ഷ്യങ്ങളാണ്. Then Exim Bank, Export Import Bank, that is actually called Exim Bank. Export Import Bank ആണ് Exim Bank എന്ന് പറയുന്നത്. 1982 Exim Bank വരുന്നത്. ഓക്കെ, 1982 എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ആവശ്യമായുള്ള ഫിനാൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു രാജ്യം ഇന്ത്യയിൽ നിന്നും US എക്സ്പോർട്ട് ചെയ്യണം, അതേപോലെ US നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സമയത്തൊക്കെ ചിലപ്പം എന്തുണ്ടാവും, ഇന്ത്യയിൽ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പണത്തിന് ആവശ്യം വരാം. അങ്ങനെയുള്ള സമയത്തൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് നിലകൊള്ളുന്നത്. ഓക്കെ, ഫോറിൻ ട്രേഡ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രേഡ് നടത്തുന്നതിനാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ട്രേഡിനെ സഹായിക്കുക എന്നുള്ളതാണ് എക്സിം ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, ഫിനാൻഷ്യൽ ഹെൽപ്സ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഗുഡ്സ് ആൻഡ് സർവീസസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുക. ദെൻ എക്സ്പോർട്ടിന് ഇമ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള മെഷീനറി സപ്പോർട്ട്, മെഷീനറി ഒക്കെ വാങ്ങാൻ വേണ്ടി സബ്സിഡൈസ്ഡ് നിരക്കിൽ കൊടുക്കുക. അതേപോലെ തന്നെ ജോയിന്റ് വെഞ്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള എക്സിം ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ. അതർ തിങ്സ് യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ദെൻ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ടെക്നിക്കലി നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരും, ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടുതലായിട്ട് അറിയേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫിനാൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓക്കെ, വെയിറ്റ്. എക്സിം ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഓക്കെ, എക്സിം ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, അപ്പൊ എക്സിം ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ദെൻ NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ഹൗസിംഗ് ഫിനാൻസ്, വീട് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് കൊടുക്കുക. അതൊക്കെയാണ് പ്രധാനമായിട്ടും നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുക, ഹൗസ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് കൊടുക്കുക. നാഷണൽ ഹൗസിംഗ് ബാങ്ക് പ്രകാരം 1987 വന്നത്. ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് RBIയുടെ സബ്സിഡറിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത് NHB 2019 വരെ RBIയുടെ സബ്സിഡറി ആയിട്ടാണ് കാണുന്നത്. അതിനുശേഷം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡറി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡറി ആയിട്ടാണ് NHB ഇപ്പോൾ കാണുന്നത്. ഓക്കെ, നൗ അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡറി ആണ്. നൗ ഓൺവേർഡ്സ് 2019 വരെ RBI സബ്സിഡറി ആയിരുന്നു. ഓക്കെ, നൗ നോട്ട് ഇറ്റ്, അങ്ങനെയുള്ള ചോദ്യം വരാൻ സാധ്യതയില്ല. എങ്കിലും RBI സബ്സിഡറി ആയിരുന്നു മുമ്പ്, RBIയുടെ സബ്സിഡറി ആയിട്ടാണ് NHB ഉണ്ടായിരുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡറി ആണെന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് വരുന്നത്. ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കുക, ഹൗസിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഹൗസിംഗ് ക്രെഡിറ്റ് കൊടുക്കുക, ഹൗസ് വെക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊടുക്കുക, കടമായി പണം കൊടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹൗസിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ഫിനാൻസും കൊടുക്കുക എന്നുള്ളതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ദെൻ ശ്രദ്ധിക്കാം, NHB ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ദെൻ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. UTI പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 1964 അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയതിന് ശേഷം UTIയിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം UTIയിലേക്ക് വരാം. അതിനു മുമ്പ് IDFCA എന്താണെന്ന് നോക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് 1997 വരുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് കൊടുക്കുക എന്നുള്ളതാണ് IDFCയുടെ ഫുൾ ഫോം വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് 1997.
ജസ്റ്റ് ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, എങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫൈനാൻസ് കമ്പനി ലിമിറ്റഡ് 1997. ഓക്കെ. Then mutual fund. Mutual fund എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ I will give an example. Mutual fund and UTA. മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും UTA എന്താണെന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ട് കുറച്ച് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് നോക്കാനുണ്ട്. ദെൻ പെൻഷൻ ഫണ്ട്, PFRDA, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ IRDA ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്സ്, ഓപ്ഷൻ. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ് എൻ്റെ ചാനലിൽ തന്നെ ഫ്രീ ക്ലാസ് ആയിട്ട് MCOMൻ്റെ അല്ലെങ്കിൽ BCOMൻ്റെ ഫ്രീ ക്ലാസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡെറിവേറ്റീവ്സ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4th സെമസ്റ്റർ MCOMൻ്റെ പ്ലേലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. 4th സെമസ്റ്റർ MCOMൻ്റെ പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടതാണ്. സിമ്പിൾ ആയിട്ട് ഫോർവേഡ് എന്താണ്, എക്സാമ്പിൾ സഹിതം ഫ്യൂച്ചർ എന്താണ്, സ്വാപ്സ് എന്താണ്, ഓപ്ഷൻ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് PDF ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ സെൽഫായിട്ട് ആ വീഡിയോ ക്ലാസ് റെഫർ ചെയ്യാം. MCOM അല്ലെങ്കിൽ BCOMൻ്റെ ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡെറിവേറ്റീവ്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൽ ബേസിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ക്ലാസ് ആണ്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്സ്, ഓപ്ഷൻ എന്നാൽ എന്ത് എന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് നോക്കാം. മ്യൂച്വൽ ഫണ്ട് ആൻഡ് UTA. യെസ്. Mutual fund. Mutual fund is a trust that pools together the savings of a number of investors who share a common financial goal. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. ഞാനിപ്പോൾ ഒരു ബാങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഞാൻ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങാൻ വേണ്ടി ഞാൻ ഒരു 1 ലക്ഷം രൂപ ചിലവാക്കി. അപ്പോൾ എനിക്ക് നഷ്ടം സംഭവിക്കാം, അല്ലെ? ഷെയർ നഷ്ടം സംഭവിച്ചാൽ എനിക്ക് എന്ത് ചെയ്യും? ഈ 1 ലക്ഷം രൂപയും നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഷെയറിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. 1 ലക്ഷം രൂപയുടെ 20,000 രൂപ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതേപോലെ ഡിബഞ്ചറിൽ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ സാധാരണ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാനൊരു 20,000 രൂപ വെച്ചു. അങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് നഷ്ടം സംഭവിച്ചാൽ മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാം. മ്യൂച്വൽ ഫണ്ട് പ്രകാരം പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിന് മ്യൂച്വൽ ഫണ്ട് ഏജന്റും അതേപോലെ തന്നെ ഫണ്ട് മാനേജേഴ്സ് ഒക്കെ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. ദെൻ അപ്പോൾ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് UTA പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 1964 പ്രധാനമായിട്ടും ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെയാണ് പ്രധാനമായിട്ടും UTA എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. 1964 UTA വരുന്നത്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെയും അങ്ങനെയുള്ള ചാനലൈസേഷനും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? UTA യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ UTA എന്താണെന്ന് മനസ്സിലായി. ഈ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിസ്ക് കുറക്കാൻ വേണ്ടി പറ്റും. കാരണം പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് റിസ്ക് കുറക്കാൻ വേണ്ടി പറ്റും. ടാക്സ് ബെനിഫിഷ്യൻ കിട്ടും, എക്കണോമിക് ഡെവലപ്മെന്റ് പോസിബിൾ ആണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്, ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ ആണ്. കാരണം നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നഷ്ടം സംഭവിച്ചാൽ മറ്റു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ പറയുന്നത്. ബെറ്റർ ലിക്വിഡിറ്റി, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. പ്രൊഫഷണൽ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മ്യൂച്വൽ ഫണ്ടിലൂടെ പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ചാനലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. ദെൻ ഹൗ മ്യൂച്വൽ ഫണ്ട് വർക്ക്സ്. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു ഇൻവെസ്റ്റർ ഉണ്ടാവും. ആ ഇൻവെസ്റ്റർ ഫണ്ട് മാനേജറിലൂടെ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിട്ടേൺ പോസിബിൾ ആവുന്നു. അത്ര മാത്രമേ ഉള്ളൂ.
ഓക്കെ, സിമ്പിൾ വൺ. ഒരു ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് മാനേജർ വഴി സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ റിട്ടേൺ പോസിബിൾ ആക്കുന്നു. ഇത്രേ ഉള്ളൂ. ഹൗ മ്യൂച്വൽ ഫണ്ട് വർക്ക്സ്, സിമ്പിൾ വൺ. ദെൻ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, എങ്കിലും ജസ്റ്റ് കുറച്ച് ടൈപ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. എല്ലാം ഒന്നും ഓർത്ത് വെക്കണ്ട, ജസ്റ്റ് ചില ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഇവിടെ കുറേ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും നിങ്ങൾ ഓർക്കണ്ട. ജസ്റ്റ് ഓക്കെ, ഈ ഒരു പേജ് ഞാൻ ഡിലീറ്റ് ആക്കാം. ഈ ഒരു പേജ് നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഇത്രയും ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. ലൈക്ക് വെയിറ്റ് ഇത്രയും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. വെയിറ്റ്, ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുക്കാം. ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് മീൻസ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. ഓക്കെ, ഇത്രയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ജസ്റ്റ് ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ദെൻ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫണ്ട് വെയർ ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ റെഡീം ദ യൂണിറ്റ് അറ്റ് എനി ടൈം. ഏത് സമയം വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് മ്യൂച്വൽ ഫണ്ട്, ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് ജസ്റ്റ് മീനിങ് മാത്രം മനസ്സിലാക്കി, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും മനസ്സിലാക്കണം. കാരണം മ്യൂച്വൽ ഫണ്ട് എന്താണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ, കാരണം കൂടുതലായിട്ട് എന്താണെന്നുള്ളത് വരില്ല. അപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് മ്യൂച്വൽ ഫണ്ട് മീൻസ് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു പ്രത്യേക സമയത്ത് മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും റിഡീം ചെയ്യാനും ഇൻവെസ്റ്റർ ക്യാൻ ബൈ ചെയ്യാനും അല്ലെങ്കിൽ റിഡീം ചെയ്യാനും പറ്റും. ഓക്കെ, ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലോസ്ഡ് എൻഡഡ് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം, ആ പീരീഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഇവിടെ നോക്കുക. ബാലൻസ്ഡ് ഫണ്ട് ഉണ്ട്. ബാലൻസ്ഡ് ഫണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ടിന്റെ കോമ്പിനേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റി ഷെയറിൽ, അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൽ, ഡിബഞ്ചറിൽ, ബോണ്ടിൽ, അങ്ങനെ പല കോമ്പിനേഷൻ ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയാം. ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഗ്രോത്ത് സ്കീം എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വിറ്റി ഷെയർ, നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഷെയറിന്റെ രൂപത്തിൽ, ഡിബഞ്ചറിന്റെ രൂപത്തിൽ, ബോണ്ടിന്റെ രൂപത്തിൽ, അതായത് ഇക്വിറ്റിന്റെ രൂപത്തിലും ഡെപ്റ്റിന്റെ രൂപത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ബാലൻസ്ഡ് ഫണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഗ്രോത്ത് സ്കീംസ് ഉണ്ട്. ഗ്രോത്ത് സ്കീംസ് ഈസ് ഓൾസോ നോൺ ആസ് ഇക്വിറ്റി സ്കീംസ്, എയിംസ് ടു പ്രൊവൈഡ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓവർ മീഡിയം ടു ലോങ് ടേം. അതായത് മീഡിയം ആൻഡ് ലോങ് ടേം, കുറെ കാലയളവിലേക്ക് അല്ലെങ്കിൽ മീഡിയം കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രോത്ത് സ്കീംസ് എന്ന് പറയുന്നത്. ചെറിയ കാലയളവിലേക്ക്, ഫോർ എക്സാമ്പിൾ കുറഞ്ഞ കാലയളവിലേക്ക്, 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രോത്ത് സ്കീംസ് എന്ന് പറയാം. മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം, 1 വർഷത്തിന് മുകളിലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നോർമലി ഗ്രോത്ത് സ്കീംസ് എന്ന് പറയാം. പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഗ്രോത്ത് സ്കീംസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടാക്സ് സേവിംഗ് സ്കീംസ് ആണ്. അതായത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ടാക്സ് സേവിംഗ് സ്കീംസ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇൻഡെക്സ് സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ, അതുപോലെ തന്നെ നിഫ്റ്റി, സെൻസെക്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻഡെക്സ് സ്കീം എന്ന് പറയാം. പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻഡെക്സ് സ്കീം എന്ന് പറയാം. ഓക്കെ, ദെൻ ഇൻകം സ്കീംസ് എന്താ, ഓൾസോ നോൺ ആസ് ഡെപ്റ്റ് സ്കീം. Debt schemes, also known as debt schemes, aims to provide regular and steady income. ഇത്രയും വേണ്ട, I think this one is confused. Aims to provide, wait. It aims to provide regular and steady income to investors. എപ്പോഴും ഒരു സ്റ്റഡി ഇൻകം ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻകം സ്കീം എന്ന് പറയാം. ദെൻ മണി മാർക്കറ്റ് സ്കീം ഉണ്ട്. മണി മാർക്കറ്റ് ആയിട്ടുള്ള ട്രഷറി ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടത്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ കണ്ടത് MMF, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അങ്ങനെയുള്ള ട്രഷറി ബില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പറിൽ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീം അല്ലെങ്കിൽ മണി മാർക്കറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇൻഡെക്സ് സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രധാനമായിട്ട്. ടാക്സ് സേവിംഗ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ലാഭിക്കാൻ വേണ്ടി പറ്റുന്ന പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ടാക്സ് സേവിംഗ് സ്കീം എന്ന് പറയാം. Then sector specific scheme, some of the sector like FMCG, fast moving consumer goods, പെട്ടെന്ന് വിൽക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സിനെയാണ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെയുള്ള പല സെക്ടേഴ്സിൽ, ചില സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ്. അത് ഇൻവെസ്റ്റ് ഇൻ ദ സെക്യൂരിറ്റീസ് ഓൺലി ദോസ് സെക്ടേഴ്സ് വിച്ച് ആർ സ്പെസിഫൈഡ് ടു ദ ഓഫർ ഡോക്യുമെന്റ്. ചില സെക്ടേഴ്സിൽ ചില ഏരിയസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സെക്ടർ സ്പെസിഫിക് സ്കീംസ് എന്ന് പറയാം. സെക്ടർ സ്പെസിഫിക് സ്കീംസ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിനെ കോമൺ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ്? സെബി ആണ്.
നോക്കുക. അതേപോലെ തന്നെ AMFI ഉണ്ട്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. സെബി ആണ് മ്യൂച്വൽ ഫണ്ടിനെ കംപ്ലീറ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിനെ കോമൺ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണ്. അപ്പൊ അതുപോലെ തന്നെ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, മ്യൂച്വൽ ഫണ്ട്സിന് ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, സെബി മ്യൂച്വൽ ഫണ്ടിനെ ആര് റെഗുലേറ്റ് ചെയ്യുന്നു എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സെബിയാണ് റൈറ്റ് ആൻസർ വരിക. പിന്നെ സെബി ഓപ്ഷനിൽ ഇല്ല എങ്കിൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സെബി ആയിരിക്കും ഏറെക്കുറെ ഓപ്ഷനിൽ ഉണ്ടാവുക, സെബി, RBI അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സെബി ആണ് മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, AMFI ഉണ്ട്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, 1995 വന്നത്. ദെൻ ഡെവലപ്പിംഗ് ഇൻ ദി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി, മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ മ്യൂച്വൽ ഫണ്ടിൽ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരാം, പ്രൊഫഷണൽ ഫണ്ട് മാനേജ്മെന്റ് കൊണ്ടുവരാം, ഒരു കോഡ് ഓഫ് എത്തിക്സ് കൊണ്ടുവരാം, പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക. സെബി ഗൈഡ് ലൈൻസ് ഓർ റെഗുലേഷൻസ് ഓൺ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതായത് നോക്കുക, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാ? രജിസ്ട്രേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് വിത്ത് സെബിയുമായി മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ സം ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബോറോവിംഗ് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. അത് റെഗുലേഷൻ 44 എന്ന് പറയുന്ന റെഗുലേഷനിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് സ്കീംസ്, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കീംസ് ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്കീം ഉണ്ട്. അതിന് റെഗുലേഷൻ 38A അതിനെക്കുറിച്ച് പറയുന്നത്. സെബി ഗൈഡ് ലൈൻസ് പ്രകാരം റെഗുലേഷൻ 38A അതിനെക്കുറിച്ച് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യുവേഷൻ പോളിസീസ്, സം ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യുവേഷൻ പോളിസീസ് ഉണ്ട്. ദെൻ ക്ലോസ് എൻഡഡ് ആൻഡ് ഓപ്പൺ എൻഡഡ് സ്കീംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് അനുസരിക്കാനുണ്ട്. ദെൻ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത് റെഗുലേഷൻ 14 റെഗുലേഷൻ 14 ഓഫ് ദ സെബി ഗൈഡ് ലൈൻസിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മാനേജ്മെന്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. ദെൻ റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീം ഉണ്ട്, അതിനെക്കുറിച്ചും സെബി ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ദെൻ ഇൻസ്പെക്ഷൻ ആൻഡ് ഓഡിറ്റ് റിഗാർഡിംഗ് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളൊക്കെ സെബി ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നുണ്ട്. ദെൻ സ്കീംസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ദെയർ റോൾസ്. ദെൻ ജനറൽ ഒബ്ലിഗേഷൻ റിഗാർഡിംഗ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതും സെബി ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് റൂൾസ് ആൻഡ് വാല്യുവേഷൻ നോംസ്. ഓക്കെ, ദെൻ പെൻഷൻ ഫണ്ട്, സം ഓഫ് ദ പെൻഷൻ ഫണ്ട് ഉണ്ട് അല്ലെ, ചില പെൻഷൻ ഫണ്ട് ഉണ്ട്. ഡിഫൈൻഡ് പെൻഷൻ പ്ലാൻ ഉണ്ട്, ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാൻ ഉണ്ട്, ഹൈബ്രിഡ് പെൻഷൻ പ്ലാൻ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുന്നത് പെൻഷൻ പ്ലാനിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം PFRDA ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഈ ഒരു ഏരിയ ആണ്. പെൻഷൻ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് അതോറിറ്റിയാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന PFRDA എന്ന് പറയുന്നത്. 2003 വന്നത്. ശ്രദ്ധിക്കാം, PFRDA ഏത് വർഷം വന്നേ? 2003. ഓക്കെ, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നാഷണൽ പെൻഷൻ സ്കീമിനെ റെഗുലേറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ അബൌട്ട് ദ ജനറൽ പബ്ലിക് ഓൺ ദ ഇഷ്യൂ റിലേറ്റിംഗ് പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറൽ പബ്ലിക്കിന് എന്ത് ചെയ്യുക? എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ്. പെൻഷൻ സെക്ടറിനെ ഒരു അപ്പെക്സ് ബോഡി ഇൻ ദ പെൻഷൻ സെക്ടർ. വിച്ച് വൺ ഇസ് ദ അപ്പെക്സ് ബോഡി ഇൻ ദ പെൻഷൻ സെക്ടർ? ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ PFRDA ആണ് റൈറ്റ് ആൻസർ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി 2003. ദെൻ പ്രൊവിഡന്റ് ഫണ്ട് അറിയാലേ, നമ്മൾ പിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? PF കിട്ടും അല്ലെ, ഒരു മൊത്തത്തിലുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യും? PF കിട്ടും. അതിൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഓരോ മാസവും അവരെന്ത് ചെയ്യും? PF പിടിച്ചു വെക്കും. എന്നിട്ട് അവസാനം നമ്മൾ റിട്ടയർ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു മുഴുവൻ എമൗണ്ട് നമുക്ക് കിട്ടും. എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രൊവിഡന്റ് ഫണ്ട് പ്രകാരം എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും, തൊഴിലാളിയും അതുപോലെ തന്നെ അതിന്റെ ഓണറും എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. ഷോപ്പ് ഓണറും അതേപോലെ തന്നെ എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പം പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രൊവിഡന്റ് ഫണ്ട് വരുന്നത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, പെൻഷൻ ഫണ്ടിനെ പ്രൊവിഡന്റ് ഫണ്ടിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന എന്താണ്? പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി PFRDA 2003. പ്രത്യേകം ശ്രദ്ധിക്കാം. വെയിറ്റ്. PFRDA ഹെഡ്ക്വാർട്ടേഴ്സ് നോട്ട് ചെയ്തോളൂ. PFRDA ഹെഡ്ക്വാർട്ടേഴ്സ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡൽഹിയാണ് PFRDA ഹെഡ്ക്വാർട്ടേഴ്സ്, ന്യൂഡൽഹി. ഓക്കെ,
Headquarters New Delhi. Okay. Then ഇൻഷുറൻസ് കമ്പനീസ് ഒരുപാടുണ്ട്. പബ്ലിക് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിട്ട് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് ഒരുപാടുണ്ട്. ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഷുറൻസിനെ നിയന്ത്രിക്കുന്ന ഹയസ്റ്റ് അതോറിറ്റിയാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA. 1999 വന്നത്. ഹൈദരാബാദിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ ഇതൊരു ഓട്ടോണമസ് റെഗുലേറ്ററി ബോഡിയാണ്. അവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാം. That protect the interest of the policy holder. Policy holderനെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് IRDAI എന്ന് പറയാറുണ്ട്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ IRDA എന്ന് പറയാറുണ്ട്. ഓക്കെ, IRDAയിലെ സെക്ഷൻ 14 ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ IRDA മെൻഷൻ ചെയ്യുന്നത്. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, എന്തൊക്കെ പവേഴ്സ് ആണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്ന് IRDA ചെയ്യേണ്ടത്. IRDA എന്താ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് IRDA. സെക്ഷൻ 14 എന്ത് ചെയ്യുന്നത്, IRDAയുടെ പവറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. IRDAയുടെ പവർ, ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്യണം, അത് റെഗുലേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? IRDAI ആണ്. ദെൻ പ്രൊട്ടക്ടിങ് ദ പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, പോളിസി എടുക്കുന്ന, ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് IRDAI ആണ്. ദെൻ ലൈസൻസിങ് ടു ഇൻഷുറൻസ് ഇന്റർമീഡിയറീസിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് കൊടുക്കുക, അതൊക്കെ IRDAയുടെ മേൽനോട്ടത്തിലാണ്. ദെൻ പ്രൊഫഷണൽ ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതും IRDAI ആണ്. പിന്നെ അതേപോലെ തന്നെ അനദർ തിങ് ഈസ് ഇൻഷുറൻസ് കവറേജ് ഇൻ റൂറൽ ഏരിയസ്, ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക എന്നുള്ളതും പ്രധാനമായിട്ടുള്ള IRDAയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പറയാം. അതേപോലെ തന്നെ മെയിൻ്റനൻസ് ആൻഡ് സോൾവൻസി മാർജിൻ ഓഫ് ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനീനെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സെക്ഷൻ 14 പ്രകാരമാണ് അതിൽ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രധാനമായിട്ട് അപ്പെക്സ് ബോഡി ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ, ചിലപ്പോൾ ചോദിക്കാം, അപ്പെക്സ് ബോഡി ഇൻ ദ ഇൻഷുറൻസ് സെക്ടർ IRDAI ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, ഹൈദരാബാദ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1999. പെൻഷൻ ഫണ്ടിന്റെ അപ്പെക്സ് അതോറിറ്റി ഏതാ? PFRDA, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. 2003 IRDAI ഏത് വർഷമാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി 1999. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്റെ ചാനലിൽ നിങ്ങൾ MCOMന്റെ ഫ്രീ ക്ലാസ്സസ്, MCOM BCOM ഫ്രീ ക്ലാസ്സസ് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതില് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് 4th സെമസ്റ്റർ MCOMന്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡെറിവേറ്റീവ്സ് അതിലെ ഒന്നാമത്തെ വീഡിയോ ആയിട്ട് ബേസിക്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫായിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, ആ ഒരു വീഡിയോ പ്രത്യേകം റെഫർ ചെയ്യണം, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡെറിവേറ്റീവ്സിന്റെ ഉള്ളിൽ ഫസ്റ്റ് വീഡിയോ ഡെറിവേറ്റീവ്സ് ഫോർ MCOM BCOM സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. MCOM BCOM സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ഡെറിവേറ്റീവ്സിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്സ്, ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അത് ജസ്റ്റ് 15 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ്. 14 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ക്ലാസ് ആണ്. 14 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. 14 മിനിറ്റ്സ് മാത്രമുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റിന്റെ. ആ വീഡിയോ ക്ലാസ് കാണുക, ജസ്റ്റ് നോട്ട്സ് എഴുതി വെക്കുക. ഡെറിവേറ്റീവ്സിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ഈവൻ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലാസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം, ഞാൻ ആ വീഡിയോ ക്ലാസ് അയച്ചു തരുന്നതായിരിക്കും. BCOM ആൻഡ് MCOM സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഫസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്. അത് ജസ്റ്റ് റെഫർ ചെയ്യാം. ഓക്കെ, എനിവേ, അപ്പോൾ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാങ്കിങ്ങിന്റെ ഫൈനൽ പാർട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ സെൽഫായിട്ട് റെഫർ ചെയ്യുന്നതോട് കൂടിയിട്ട് ബാങ്കിങ്ങിന്റെ മുഴുവൻ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ വീഡിയോ ക്ലാസ് ആണ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ബാച്ചിന്റെ 3ാമത്തെ വീഡിയോ ക്ലാസ് ആണ്. ഓക്കെ, എനിവേ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.